ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ചിത്രാംഗതൻ, വിചിത്രവീരൻ എന്നിങ്ങനെ 2 പുത്രന്മാർ ജനിച്ചു. സത്യവതിയുടെ ആഗ്രഹപ്രകാരം തന്നെ ശന്തനു മഹാരാജാവിന്റെ കാലശേഷം ഭീഷ്മർ ചിത്രാംഗതനെ യുവരാജാവായി വാഴിച്ചു. ഒരിക്കൽ ഭീഷ്മർ ഹസ്തിനപുരത്ത് ഇല്ലാതിരുന്നൊരു സമയത്ത് ചിത്രാംഗതൻ എന്നു പേരുള്ളൊരു ഗന്ധർവൻ കുരുവംശരാജാവായ ചിത്രാംഗതനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അതിന്റെ കാരണം കേട്ടാൽ വളരെ വിചിത്രം. ഈ പ്രപഞ്ചത്തിൽ ചിത്രാംഗതൻ എന്നു പേരായ ഒരേ ഒരാൾ മാത്രമാണ് ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നും അത് താനായിരിക്കണമെന്നുള്ളതാണ് ഗന്ധർവന്റെ പക്ഷം. അങ്ങനെ വളരെയേറെ കാലം നീണ്ടുന്ന യുദ്ധത്തിനൊടുവിൽ ഗന്ധർവൻ കുരുരാജാവായ ചിത്രാംഗതനെ വധിച്ചുകൊണ്ട് ഗന്ധർവലോകത്തേക്ക് മടങ്ങി. തന്റെ കർത്തവ്യ നിർവഹണം കഴിഞ്ഞ് ഹസ്തിനപുരയിൽ മടങ്ങിയെത്തിയ ഭീഷ്മർ ചിത്രാംഗതന്റെ മരണവാർത്ത അറിഞ്ഞു. അനന്തരം അദ്ദേഹം വിചിത്രവീരനെ യുവരാജാവായി വാഴിക്കുകയാണുണ്ടായത്. വിചിത്രവീരൻ അത്ര പ്രഗത്ഭനായിട്ടുള്ള രാജാവൊന്നുമായിരുന്നില്ല. അനാരോഗ്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ സമയത്താണ് കാശി രാജാവ് അദ്ദേഹത്തിന്റെ പുത്രിമാരായിട്ടുള്ള അംബ, അംബാലിക, അംബിക 3 പേരുടെയും സ്വയംവര പ്രഖ്യാപനം നടത്തുന്നത്. ഭീഷ്മർ ഇങ്ങനെ ചിന്തിച്ചു: ഈ 3 രാജകുമാരിമാരും വിചിത്രവീരന്റെ ഭാര്യമാരായാൽ നന്നായിരിക്കുമെന്ന് കരുതിയിട്ട് അദ്ദേഹം സത്യവതിയുടെ അനുഗ്രഹാശിസുകളോടെ കാശി രാജാവിന്റെ രാജധാനിയിലേക്ക് ഒറ്റയ്ക്ക് പുറപ്പെട്ടു. ഭീഷ്മർ സ്വയംവര മണ്ഡപത്തിൽ പ്രവേശിച്ചു. അവിടെ നിരവധിയായിട്ടുള്ള വിവിധ ദേശങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർ സന്നിഹിതരായിരുന്നു. കരുത്തനായ ഭീഷ്മർ ഉറച്ച ശബ്ദത്തിൽ ആ രാജാക്കന്മാരെ എല്ലാവരും വെല്ലുവിളിച്ചു: അല്ലയോ രാജാക്കന്മാരെ, ഈ കുമാരിമാരെ എന്റെ സഹോദരൻ വിചിത്രവീരന് വേണ്ടിയിട്ട് ഞാൻ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് ആകുമെങ്കിൽ എന്നെ തടുക്കാം. ആത്മാഭിമാനത്തിന് മുറിവേറ്റ എല്ലാ രാജാക്കന്മാരും, അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ രാജാക്കന്മാരും വിവാഹ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് പടച്ചട്ട അണിഞ്ഞ് യുദ്ധസന്നദ്ധരായി ഭീഷ്മരെ പിന്തുടർന്നു. തുടർന്ന് അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത്. ഭീഷ്മരുടെ ആയുധ പാടവത്തിന് മുമ്പിൽ എതിരിട്ട് നിൽക്കാനായിട്ട് ഈ പറഞ്ഞ രാജാക്കന്മാർക്കൊന്നും സാധിക്കുമായിരുന്നില്ല. ഭീഷ്മർക്ക് തുല്യം ഭീഷ്മർ മാത്രം എന്ന് തെളിയിക്കുന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു അത്. തുടർന്ന് ഹസ്തിനപുരിയിലേക്ക് മടങ്ങിയ ഭീഷ്മരുടെ മാർഗമധ്യേ സൗഭ നഗരത്തിന്റെ അധിപനായിട്ടുള്ള സാല്വ രാജാവ് അദ്ദേഹത്തെ പിന്തുടർന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ കുമാരന്മാരിൽ അംബ എന്ന കുമാരിയുമായിട്ട് സാല്വ രാജാവ് സ്നേഹത്തിലായിരുന്നു. ഭീഷ്മരാൽ അപഹരിക്കപ്പെട്ട തന്റെ കാമുകിയെ മോചിപ്പിക്കാനായിട്ട് അദ്ദേഹം ഭീഷ്മരെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിച്ച ഭീഷ്മർ സാല്വന്റെ രഥം അമ്പയെ തകർത്തുകൊണ്ടാണ് മറുപടി നൽകിയത്. പരാക്രമശാലിയായിരുന്നുവെങ്കിലും ഭീഷ്മരുടെ പാടവത്തിന് മുമ്പിൽ, ആയുധ പാടവത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാല്വനും കഴിഞ്ഞില്ല. അദ്ദേഹം തോറ്റ് നാണം കെട്ട് തന്റെ നാട്ടിലേക്ക് പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത്. കുമാരിമാരെയും കൊണ്ട് ഹസ്തിനപുരിയിലെത്തി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തവേ അംബ രാജകുമാരി ഭീഷ്മരോട് പറഞ്ഞു താനും സാല്വനുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചും തങ്ങൾ വിവാഹിതരാകാനായിട്ട് തീരുമാനിച്ചതിനെ കുറിച്ചുമൊക്കെ ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കെ താൻ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത് ധർമ്മത്തിന് വിരുദ്ധമല്ലേ എന്ന് കുമാരി ചോദിച്ചു. മഹാനായ ഭീഷ്മർ ആ ഒരു അഭ്യർത്ഥന വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അംബയ്ക്ക് എല്ലാ ആദരവും നൽകി അവളെ രാജ്യത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം അംബികയെയും അംബാലികയെയും വിചിത്രവീരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ക്ഷയരോഗബാധിതനായിട്ട് വിചിത്രവീര്യൻ അകാല ചരമം പ്രാപിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന് മക്കളുമില്ലായിരുന്നു. പുത്രന്റെ മരണത്തോടുകൂടി കുരുരാജ്യവും ഭരതവംശവും ഒക്കെ അനാഥമായി പോകുമെന്നോർത്ത് സത്യവതി വളരെയധികം സങ്കടപ്പെട്ടു. കഠിനമായിട്ടുള്ള പ്രതിജ്ഞ എടുത്തിട്ടുള്ളതിനാൽ തയ്യാറാകില്ല എന്നിരിക്കലും സത്യവതി ഗത്യന്തരമില്ലാതെ ഭീഷ്മരോട് ആവശ്യപ്പെടുകയാണ് കുരുവംശ രാജ്യഭാരം ഏറ്റെടുക്കാനും ഒപ്പം അംബയെയും അംബാലികയെയും വേൾക്കാനുമായിട്ട്. പക്ഷെ താൻ എടുത്തിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രതിജ്ഞ ഒരു കാരണവശാലും ലംഘിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഭീഷ്മൻ. സത്യവതിയുടെ ദുഃഖവും രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥയൊക്കെ പരിഗണിച്ച് ഈ ഒരു പ്രശ്നത്തിന് ഉചിതമായിട്ടുള്ള പരിഹാരം ഭീഷ്മൻ നിർദ്ദേശിച്ചു. പണ്ടുകാലം മുതൽക്ക് തന്നെ വംശം നിലനിർത്താനായിട്ട് തപസ്സിദ്ധി നേടിയ മഹർഷിമാരിൽ നിന്നും സന്തതികളെ സമ്പാദിക്കുന്നത് ധർമാനുസാരിയായ സംഗതിയായിട്ടാണ് കരുതപ്പെട്ടു പോരുന്നത്. ഇത് കേട്ട മാത്രയിൽ തന്നെ സത്യവതിക്ക് സ്വന്തം പുത്രനായ വേദവ്യാസനെക്കുറിച്ച് ഓർമ്മ വന്നു. കാണണമെന്നാഗ്രഹിച്ച് സ്മരിച്ചതിനാൽ വ്യാസൻ ഉടൻ മാതാവിൻ്റെ അരിയിലേക്ക് എത്തിച്ചേർന്നു. തന്റെ അടുക്കലെത്തിയ വ്യാസനോട് സത്യവതി ഹസ്തിനപുരത്തിലെ എല്ലാ അവസ്ഥകളും വിവരിച്ചു. ഭരതവംശത്തിന് അനന്തരാവകാശികൾ ഉണ്ടാകാനായിട്ട് അംബികയെയും അംബാലികയെയും വീട്ടുകൊണ്ട് അവരിൽ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കാനായിട്ട് സത്യവതി വ്യാസനോട് ആവശ്യപ്പെട്ടു. സ്വന്തം മാതാവ് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം വ്യാസൻ ഇതിന് തയ്യാറായി. ജഡാധരനായിട്ടുള്ള വ്യാസന്റെ രൂപം കണ്ട് പരിഭ്രമിച്ചിട്ട് കണ്ണുകൾ ഇറുകെ അടച്ചിട്ടാണ് അംബിക അദ്ദേഹത്തെ സ്വീകരിച്ചത്. ആയതിനാൽ അവൾക്ക് ജനിക്കുന്ന പുത്രൻ മഹാബലവാനും കീർത്തിവാനും ഒക്കെ ആയിരിക്കുമെങ്കിലും ജന്മന അന്ധനായിരിക്കുമെന്ന്
സത്യവതിയോട് വ്യാസൻ പറഞ്ഞു. ഇങ്ങനെ വ്യാസമഹർഷിക്ക് അംബികയിൽ ജനിച്ച പുത്രനാണ് ധൃതരാഷ്ട്രർ എന്ന പേരിൽ പ്രശസ്തനായത്. അംബാലിയിൽ ജനിച്ച പുത്രനെ പാണ്ഡു എന്ന പേരിലും അറിയപ്പെട്ടു. ദേഹം മുഴുവൻ പാണ്ഡു വർണ്ണങ്ങളായിട്ടുള്ളതായിരുന്നു പാണ്ഡുവിന്റെ ജന്മം. കാരണം ഈ വ്യാസനെ കണ്ട മാത്രയിൽ അറപ്പും വെറുപ്പും കൊണ്ട് വിളറിയ നിലയിലായിരുന്നു അംബാലിയുടെ ദേഹം. ആയതിനാൽ അവൾക്ക് ജനിച്ച കുഞ്ഞ് അതേപോലെ തന്നെ പാണ്ഡുവർണ്ണത്തോടു കൂടിയായിരുന്നു പാണ്ഡു. ജനിച്ച 2 കുട്ടികളിൽ ഒരാൾ അന്ധനും മറ്റൊരാൾ പാണ്ഡുള്ളവനും. സത്യവതി വീണ്ടും വളരെയേറെ സങ്കടപ്പെട്ടു. വീണ്ടും ഒരു പുത്രലാഭത്തിനായിട്ട് മാതാവിന്റെ ആവശ്യപ്രകാരം തന്നെ സമീപിച്ച വ്യാസന് മുന്നിൽ അംബിക തന്റെ തോഴിയെ തന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിയിച്ച് ഒരുക്കിയിരുത്തി. ആ തോഴി വ്യാസമുനിയെ വളരെ ആദരവോടും ഭക്തിയോടും കൂടി സ്വീകരിച്ചു. അതിൽ സംപ്രീതനായി വ്യാസൻ അനുഗ്രഹിച്ചു നൽകിയ പുത്രനാണ് വിതുരർ. വിതുരർ വളരെയധികം ബുദ്ധിമാനും പ്രശസ്തനുമായിട്ട് വളരുകയുണ്ടായത്. ഈ കുമാരന്മാരുടെ ജനനത്തോടുകൂടി ഹസ്തിനപുരയിൽ പഴയ പോലെ തന്നെ ആഹ്ലാദവും ആവേശവും ഐശ്വര്യവും ഒക്കെ വിളങ്ങി തുടങ്ങി. കുമാരന്മാർക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ ഭീഷ്മ പിതാമഹൻ അവർക്ക് അവരുടെ വിവാഹങ്ങൾ കെങ്കേമമായിട്ട് നടത്തിക്കൊടുത്തു. ഗാന്ധാരദേശത്തെ രാജാവ് സുബലന്റെ പുത്രിയായ ഗാന്ധാരിയായിരുന്നു ധൃതരാഷ്ട്രരുടെ വധു. ഒപ്പം ശൂരസേനന്റെ പുത്രി കുന്തിയെ കൊണ്ടും മാദ്രേയ ദേശത്തെ ശല്യരുടെ സഹോദരിയായിട്ടുള്ള മാദ്രിയെ കൊണ്ട് പാണ്ഡുവിനെയും വിവാഹം കഴിപ്പിച്ചു. പാണ്ഡുവിന് അങ്ങനെ 2 ഭാര്യമാർ, കുന്തിയും മാദ്രിയും. ഇവിടെ മുതൽക്കുള്ള മഹാഭാരത കഥയാണ് ഒരുപക്ഷെ നിങ്ങൾ സാധാരണയായി കേട്ടിട്ടുണ്ടാവുക. പാണ്ഡു അതീവ പരാക്രമശാലിയായിരുന്ന മഹാരാജാവായിരുന്നു. അദ്ദേഹം നടത്തിയ ജൈത്രയാത്രയിൽ മഗധം, സുഹ്മം, പുണ്ട്രം, കാശി, വിദേഹം തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കീഴടക്കി. ഈ രാജ്യങ്ങളെല്ലാം കുരു രാജ്യത്തിന്റെ സാമന്ത രാജ്യങ്ങളായിട്ട് തീർന്നു. അവിടെ നിന്ന് കൈവശപ്പെടുത്തിയ സ്വത്തുക്കളും സമ്പത്തുകളും എല്ലാം പിതാമഹിയായിട്ടുള്ള സത്യവതിക്കും ഭീഷ്മർക്കുമായിട്ട് പാണ്ഡു മഹാരാജാവ് സമർപ്പണം ചെയ്തു. അങ്ങനെ കുരുവംശത്തിന്റെ കീർത്തിയും ഹസ്തിനപുരിയുടെ ശോഭയും എല്ലാം 4 ദിക്കിലും പടർന്നു ആ കാലത്ത്. ഈ മഹാഭാരത കഥനം നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും എല്ലാം ഒരു കമന്റിലൂടെ പങ്കുവയ്ക്കാനായിട്ട് മടിക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കള് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒപ്പം വന്നുള്ളൂ. മഹാഭാരതത്തിലെ മറ്റൊരു ഇടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.